ഹലോ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വരുന്നത് ഒരു സോൾവ് വീഡിയോ ആണ്. അപ്പൊ നമ്മളൊരു ലാസ്റ്റ് ടൈം ഒരു ക്യൂബ് പർച്ചേസ് ചെയ്യുന്നു 2x2x3, അതായത് 2x2x3 ആണ് ഈ ക്യൂബ്. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കൊടുത്തിരുന്നു. അപ്പൊ ഇന്നത്തെ സോൾവ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യാൻ നമുക്കൊരു 2-3 ഇക്വേഷൻ, അതായത് മൂവ്മെന്റ്സ് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ കുറച്ച് നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ 3x3 ചെയ്യുന്ന പോലെ കുറച്ച് ഒരു കോമൺ സെൻസ് മീൻസ് ചെറിയ ക്യൂബുകളും കളേഴ്സ് സ്കീമും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ 2x2 ക്യൂബിന്റെ ഏകദേശം കുറച്ച് സെയിം ആണ് താനും, പക്ഷേ 3x3ന്റെ സ്റ്റെപ്സ് അങ്ങനെ വരുന്നില്ല താനും. അപ്പോൾ ആകെ 2-3 സിമ്പിൾ ഇക്വേഷനേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരു ക്യൂബ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്, സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട് നല്ലതുപോലെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വൈറ്റ് ആണ്. നമ്മൾ ഓൾവേസ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റ് നമ്മളൊന്ന് സോൾവ് ചെയ്യാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു പീസ് കാണുന്നുണ്ട്, ടോപ്പിൽ 3 പീസും കാണുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 വൈറ്റ് നിങ്ങൾ എങ്ങനെയെങ്കിലും മാച്ച് ചെയ്യാൻ നോക്കുക. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ബ്ലൂ ആൻഡ് റെഡും ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏത് കളറാണ് വരിക? ഇവിടെ റെഡ്, ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ഗ്രീൻ ആയിരിക്കും. റെഡ്, ഗ്രീന്, വൈറ്റ് ആയിരിക്കും. റെഡ്, ഗ്രീന്, വൈറ്റ് എവിടെയാണ് ഉള്ളത് നോക്കുക, ഇവിടെ താഴെ ഉണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ ഇങ്ങനെ തിരിച്ച് കോമ്പിനേഷൻ ചെയ്യാം, ഇല്ല നിങ്ങൾക്ക് ഒരു ഇക്വേഷനും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഉള്ള പീസ് ഏതാ നോക്കുക, ഇവിടെ ബ്ലൂ റെഡാണ്. അപ്പോൾ റെഡിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഓറഞ്ച് ആയിരിക്കും. ഓറഞ്ച്, ബ്ലൂവും വൈറ്റ്, ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്. ഇത് നമുക്ക് ഇങ്ങനെ മുകളിൽ വെച്ചാൽ ഈ ഭാഗത്താണ് പോയി ചേരുക. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ മാച്ച് ആവും. ഇത് നമുക്ക് ഒരു ചെറിയൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യുന്നത്. പക്ഷേ ലാസ്റ്റത്തെ പീസ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ചെയ്യാൻ. അപ്പോൾ അതിന് ഞാനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. അപ്പോൾ ലാസ്റ്റത്തെ പീസ് ഇനി ഇവിടെ ഓറഞ്ചും ഗ്രീനും വൈറ്റും ആണ്. ആ വൈറ്റ് പീസ് ഇതാ താഴെ ഉണ്ട്, ഓറഞ്ച്, ഗ്രീന്, വൈറ്റ് താഴെ ഉണ്ട്. ഇത് നമുക്ക് നേരെ മുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ വരുന്നതിൻ്റെ നിങ്ങൾ കൊണ്ടുവരേണ്ടതിൻ്റെ ഈ ഭാഗത്താണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിൻ്റെ നേരെ താഴെ ഈ വൈറ്റ് കൊണ്ടുവെക്കുക. എന്നിട്ട് ആർ ഡി ആർ ഡി ആർ ചെയ്ത് കഴിഞ്ഞാൽ ആ പീസ് താഴെ കിടക്കുന്ന പീസ് നിങ്ങൾക്ക് മുകളിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലെയർ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അടുത്തത് ചെയ്യുന്നത്, നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ലെയർ നമ്മളിപ്പം സോൾവ് ചെയ്യുന്നില്ല, ലാസ്റ്റാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടോപ്പ്, അതായത് അടുത്ത എൻഡിലുള്ളതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 നിങ്ങൾ ബാക്കിയുള്ളത് നോക്കണ്ട, ഈ 4 പീസുകൾ നിങ്ങൾ നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മാച്ചായി കിടക്കുന്നുണ്ടോ നോക്ക്. ഇപ്പോൾ ഇവിടെ ഒന്നും മാച്ചല്ല. മുകളിൽ യെല്ലോ ഒക്കെ മാച്ചാണ്, പക്ഷെ കളേഴ്സ് ഒന്നും മാച്ചല്ല. ഇവിടെ റെഡും ഓറഞ്ചും ആണ്, ഇവിടെ ഗ്രീനും ബ്ലൂ ആണ്, എല്ലാം മിക്സിംഗ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഒരേ മാച്ച് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു കളറും ഇല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള ഭാഗത്ത് വെച്ചിട്ട് ക്യൂബ് ഇതേപോലെ ഒരു ഇഷ്ടമുള്ള ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് R U inverse D R inverse U inverse R U R inverse ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ടോപ്പിലെ 2 പെയറുകൾ നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടും. അതായത് നമ്മൾ ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള പീസുകൾ തമ്മിൽ സോൾവ് ആയി കിട്ടും. അതായത് ഇത് ഇന്റർചേഞ്ചിങ് വരുന്നതാണ് ശരിക്കും. അത് നിങ്ങളിപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ അത് ചിന്തിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഇന്റർചേഞ്ചിങ്, ടോപ്പ് ലെയർ ഇന്റർചേഞ്ചിങ് ആകുന്നു മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും ഈ ഒരേ പീസ് നമുക്ക് മാച്ച് ആയിട്ട്, അപ്പോൾ ആ മാച്ച് ആയ പീസ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ചെയ്തത് ഇക്വേഷൻ വീണ്ടും ചെയ്യുക. ഇത് തമ്മിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്യണം. അതായത് ഈ 2 പീസുകൾ തമ്മിൽ നമ്മൾ ഓവർലാപ്പ് ചെയ്യണം. അപ്പോൾ ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ യു ഇൻവേഴ്സ് ഡി R inverse U inverse R U R inverse. അപ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പ് ലെയറും നമുക്ക് സോൾവ് ആയി കിട്ടി. ഇപ്പോൾ അതാ ടോപ്പ് 2 നമുക്ക് സോൾവ് ആയി കിട്ടി. അപ്പോൾ ഒരൊറ്റ ഇക്വേഷൻ കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് ലെയർ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. താഴത്തെ ഇക്വേഷൻ സിമ്പിൾ ആണ്, R D R ആണ്. ടോപ്പത്തത് R U R inverse U inverse R U inverse D R inverse U inverse R U R inverse ആണ്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ സെന്ററിലുള്ളത് ഇതാണ്. സെന്ററിൽ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ 2 നിങ്ങൾക്ക് മാച്ചായി കിടക്കുന്നുണ്ട്. പക്ഷേ ഈ പൊസിഷനിലല്ല വരേണ്ടത്, ഈ പീസ് ഇവിടെ, ഈ പീസ് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇതാണെങ്കിൽ ഇത് ഏകദേശം സോൾവ് ആയി കിടക്കുന്നുണ്ട് സെന്ററിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ആണ് സോൾവ്, അതായത് ഇന്റർചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ പറഞ്ഞു വെക്കുക. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ
ഇപ്പൊ ഈ ഒരു പീസ് ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഈ പീസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുത്തണം, അതായത് ഈ പീസ് ഇപ്പുറത്തേക്ക് വരുത്തണം നിങ്ങൾക്ക്. ഈ പീസ് ഇങ്ങോട്ടാണ് വരുത്തേണ്ടത്. അപ്പോൾ ഈ പീസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരും, ഗ്രീൻ വെടിയായിട്ട് വരും, ഓറഞ്ച് വെടിയായിട്ട്, ഇപ്പം മാച്ച് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RU2 അപ്പോൾ നിങ്ങൾക്ക് അത് ഇന്റർചേഞ്ച് ആയി നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടും. ഇപ്പം നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടീഷനിലാണ് വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് രണ്ട് കട്ടകൾ മാത്രം സോൾവ് ആവാതെ വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് അതിനുശേഷം ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ക്യൂബ് ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇത് വരുന്നത് ഞാൻ ഒന്നും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഒന്നും കൂടി ഞാൻ സ്ക്രാമ്പിൾ ചെയ്യാണ്. ചില സമയത്തും നമുക്ക് അങ്ങനത്തെ പാരിറ്റി എറേഴ്സസ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ആ പാരിറ്റി എറേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇത് മുകളിൽ നമുക്ക് ഇവിടെ ഗ്രീൻ വൈറ്റ് കൊണ്ടുവരണം. ഗ്രീൻ വൈറ്റ് ഇവിടെ തന്നെയാണുള്ളത്. അത് സോൾവായി, ഇതും 3 സോൾവായി. ഇനി ഈ വൈറ്റ് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. RDR ടോപ്പ് നമുക്ക് സോൾവായി കിട്ടി. ഇനി നമ്മൾ തിരിച്ച് വെച്ചിട്ട് ടോപ്പിൽ ഇതാ 2 സോൾവായി കിടക്കണം. ഇനി ഇത് 2 സോൾവ് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് R ഇൻവേഴ്സ് U ഇൻവേഴ്സ് R U ഇൻവേഴ്സ് D R ഇൻവേഴ്സ് U ഇൻവേഴ്സ് R ഇൻവേഴ്സ്. നിങ്ങൾക്ക് ടോപ്പും സോൾവായി. ഇപ്പം ഇങ്ങനെ സോൾവായി. ഇപ്പോഴും സെൻറ്ററിലുള്ള 2 നമുക്ക് മാച്ചായി കിട്ടുന്നുണ്ട്. ഇനി ഈ പീസ് നമുക്ക് ഇങ്ങോട്ട് പോകണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ ഇത് രണ്ടും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾവ് ആവാത്ത പീസുകൾ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് RU2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സോൾവ്. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സെന്ററിലുള്ള പാരിറ്റി എറർ ഉണ്ട്. ആ എറർ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2x2x3 ക്യൂബ് സോൾവ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യൂബ് സംബന്ധമായ വീഡിയോ കാണാൻ താല്പര്യമുള്ള നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.